Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. പൊതുജനത്തെയും പോലീസിനെയും മുൾമുനയിൽ നിർത്തി കാർ യാത്രക്കാരുടെ പേക്കൂത്ത്. അങ്കമാലി മുതൽ പെരുമ്പാവൂർ വല്ലം വരെയുള്ള മരണപ്പാച്ചിലിനിടയിൽ ഉണ്ടാക്കിയ അപകടങ്ങൾക്ക് കണക്കില്ല. 2 തൊടുപുഴക്കാർ പോലീസിന്റെ കസ്റ്റഡിയിലായി, ഒരാൾ രക്ഷപ്പെട്ടു. 10 മണിയായിരുന്നു തോന്നുന്നു കേട്ടോ. പോലീസുകാരും ആൾക്കാരുമായിട്ട് നമ്മളിങ്ങനെ ഹൈവേ പോലീസൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നാട്ടുകാരും ഉണ്ടായിരുന്നു. അതാണ്ട് അവിടെ ഇടിച്ചു, ഇവിടെ ഇടിച്ചു, പുള്ളിയുടെ മതിൽ പോയി. ആളുകൾ ഭാഗ്യത്തിന് 2 പേര് രക്ഷപ്പെട്ടതായിട്ടാണ് ഓരോരുത്തർ പറഞ്ഞത്. അതീവ ഗുരുതരമായ ഗതാഗത നിയമ ലംഘനത്തിനും ഗുണ്ടായിസത്തിനുമാണ് അങ്കമാലി മുതൽ വല്ലം വരെയുള്ള പ്രദേശം ദൃക്സാക്ഷിയായത്. ഞായറാഴ്ച സന്ധ്യയോടെ ദേശീയപാതയിൽ അങ്കമാലി അങ്ങാടിക്കടവ് സിഗ്നൽ ജംഗ്ഷനിലാണ് സംഭവത്തിന്റെ തുടക്കം. റോഡ് പരിശോധനയ്ക്കിടെ ഇരുഭാഗത്തും നമ്പർ പ്ലേറ്റ് ഇല്ലാതിരുന്ന മഹീന്ദ്ര കാർ അങ്കമാലി പോലീസ് കൈകാണിച്ച് നിർത്താൻ ശ്രമിച്ചു. പോലീസ് ഡാൻസ് ഓഫ് ടീം അംഗം രഞ്ജിത്തിനെ ഇടിച്ചു വീഴ്ത്തിയ 3-അംഗ സംഘം കാർ നിർത്താതെ കടന്നുപോയി. TB ജംഗ്ഷൻ, മഞ്ഞപ്ര റോഡ് വഴി ചുള്ളി, എടലക്കാട്, മൂക്കന്നൂർ, അയ്യമ്പുഴ, കാലടി, ഒക്കൽ, ചേലാമറ്റം ഭാഗങ്ങളിലൂടെയെല്ലാം കാർ ചീറിപ്പാഞ്ഞു. പോകുന്ന വഴിയിലെല്ലാം നിരവധി വാഹനങ്ങളിലും മതിലുകളിലും ഇടിച്ചും ഉരസിയുമായിരുന്നു മരണപ്പാച്ചിൽ. അങ്കമാലി, അയ്യമ്പുഴ, പെരുമ്പാവൂർ സ്റ്റേഷനുകളിലെ പോലീസ് വാഹനങ്ങൾ പലയിടങ്ങളിലായി കാറിനെ പിന്തുടർന്നു. ഞങ്ങൾ പോയി ഫോഴ്സിൽ പോയിട്ട് വരുന്നവർ കുടിയേക്കുന്നു, ആ മതിൽ പൊളിച്ചിട്ടേക്കുന്നു, എന്താ പറ്റിയെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് അങ്ങോട്ട് പോലീസുകാർ വണ്ടി ആൾക്കാരൊക്കെ ആയിട്ട് പോകുന്നത്. പിന്നെ രാത്രി 9 മണി ഒക്കൽ SNDPക്ക് സമീപം ചെറിയ റോഡിലേക്ക് കടന്ന വാഹനം തന്റെ വീടിന്റെ മതിൽ ഇടിച്ചു തകർത്തതായി ഒക്കൽ പുളിനാട്ട് വീട്ടിൽ മാധവൻ നായർ പറയുന്നു. വൈകുന്നേരം സ്ഥിരമായിട്ട് ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ മിക്കവാറും വൈകിട്ട് അവിടെ പോകും. അപ്പോൾ അത് കഴിഞ്ഞ് 7:45 ഇവിടെ വന്നു, വീട് തുറന്നു, ലൈറ്റൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് 8:15 ഞാൻ ഇവിടുന്ന് വാതിൽ കൂട്ടി, ഞാൻ അപ്പുറത്തെ വീട്ടിലാണ് താമസിക്കുന്നത്, അങ്ങോട്ട് പോവുകയും ചെയ്തു. അവിടെ ചെന്ന് വാതിലടച്ച് അകത്ത് കയറി ഷർട്ടും കൊണ്ട് മാറി റോട്ടിൽ കിടന്ന് ഭയങ്കര ഒച്ചപ്പാട് കേൾക്കാം. വേഗം വാതിൽ തുറന്ന് പുറത്ത് വന്നപ്പോൾ റോഡ് നിറച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഈ വണ്ടി ഇടിച്ചു. അപ്പോഴാണ് വീട്ടിൽ അവർ പറഞ്ഞു മതിലിടിച്ച് പൊളിച്ചേക്കണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഇത് കാണുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ റോഡിലിറങ്ങി നോക്കിയപ്പോഴാണ് മറക്കത്തൊക്കെ കാണുന്നത്. അപ്പോൾ ഈ വണ്ടി പോണതിൻ്റെ ചടപടാന്നുള്ള ഒച്ചയൊക്കെ അകത്ത് നിന്ന് കേട്ടു. അതാണ് ഞാൻ വാതിൽ തുറന്ന് പോകുന്നത്. കൂടി നിൽക്കുന്ന ആളുകളോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഒരു വണ്ടി ഇങ്ങനെ അങ്ങോട്ട് പോയപ്പോഴാണ് ഇടിച്ചത്. അത് കഴിഞ്ഞ് ആ വണ്ടി അപ്പം തന്നെ തിരിച്ചും വന്നു. പോലീസ് വണ്ടി പിന്നാലെ 4 വണ്ടി പോലീസ് ഉണ്ട്. അങ്കമാലിയില് TB ജംഗ്ഷനിൽ ചെക്കിങ്ങിന് സമയത്ത് ഇങ്ങനെ വണ്ടിക്കാരെ പിടിച്ച് അവർ അപ്പോൾ അവിടുന്ന് എസ്കേപ്പ് ആയി വന്നിട്ടുണ്ടാവും. കുറേ ഉണ്ടായിരുന്നു. പോലീസിന്റെ ഇത് അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ ചേസ് വന്നതോടുകൂടി ഇവിടെ ഒരു തിരിവ്, ഈ മതിലുണ്ടാവും, ഒരു തിരിവുണ്ട്, ചെറിയ തിരിവുണ്ട്. അപ്പോൾ വണ്ടിക്ക് ലൈറ്റ് ഉണ്ടായിണ്ടാവില്ല. അവന്റെ വണ്ടി അവിടെ ഇവിടെ ഇടിച്ച് ഇത് പോയല്ലോ, നേരെ വന്ന് ഇടിച്ചു. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ട സീൻ കണ്ടതിന് കാരണം. ഈ ഇടിച്ച ഉടനെ ഈ മതിലെല്ലാം വളരെ വീക്കാണ്, അതിന്റെ പ്ലാസ്റ്ററിന്റെ ലൈഫെല്ലാം പോയി. അതെല്ലാം കൂടി പൊക്കി ഇങ്ങനെ വീഴുന്ന മാതിരി ചെയ്താണ്. അപ്പൊ അവിടെ നിന്ന് ഇടിച്ചിട്ട് അപ്പൊ 4-5 പ്രാവശ്യം ഇടിച്ചിട്ടുണ്ട്. വണ്ടി നേരെ പോണില്ല, വണ്ടി ഇടിച്ചിട്ട് വീണ്ടും അവര് ഡ്രൈവിലിരിക്കല്ലേ. അപ്പൊ അതാണ് ഇപ്പൊ ഞാൻ ഇമാജിൻ ചെയ്യുമ്പോൾ അതാണ് കറക്റ്റ്. അവിടെ നിന്ന് വരണോ, ഈ ഗ്യാപ്പിൽ നേരെ ഇടിക്കുന്നു, ഇടിച്ച ഉടനെ അവർക്ക് നേരെ പോകാൻ പറ്റില്ല, വീണ്ടും ഇടിക്കുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ വന്ന് ഞാൻ നോക്കുമ്പോൾ ഇവിടെ നിൽക്കാണ് വണ്ടി, അവിടെ അവിടെ ഡെക്കറേഷൻ ലൈറ്റ് ഇടുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവർ ഇത് കേട്ട് ഓടി വരണം. അവിടെ നിന്ന് കുടുംബ യൂണിറ്റിന്റെ ആൾക്കാരുണ്ടായിരുന്നു, അവർ ഓടി വരണം. ഇതാണ് 2 ഇൻസിഡന്റ്. ആൾക്കാർ കൂടാനുള്ള ഒരു കാരണം ആ സമയത്ത് കറക്റ്റ് ആയിട്ട് വരാനുള്ളത്. അപ്പൊ അപ്പൊ അവിടെ അതാ മിഥുന്റെ ആയിരിക്കുമല്ലോ. ശരി, അതാ. അപ്പൊ അവിടെ നിന്ന് ആൾക്കാർ ഓടി വരണോ, ഇവിടുന്ന് ആൾക്കാർ വരുന്നു, പോലീസ് ഇടയ്ക്ക് നിൽക്കുന്നു. പോലീസുകാർ എന്താ എല്ലാം ഒന്നും മനസ്സിലാകാത്ത ഒരു സിറ്റുവേഷൻ ആണ്. നമ്മൾ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. ഈ വണ്ടിയെ കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയെ കണ്ട് ആയിരിക്കുന്ന പുറയിലും ബാക്കിലും ഇടിച്ച് ചതഞ്ഞ് ഇരിക്കുകയാണ്. മനസ്സിലായോ? ഒരു വെള്ള കാറാണ്. അങ്ങ് പോയി. അപ്പോഴേക്കും പോലീസ് പുറകെ ഓടുന്നുണ്ട്. എന്നിട്ട് ഒരു പോലീസ് താനെ വിട്ടുപോയി. എന്നിട്ട് വേറെ ഒരാളാരോ പറ്റിയാണ് ബൈക്കിൽ കൊണ്ടുപോയത്. എന്നിട്ട് പിന്നെ ഇത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ പുള്ളി വീടിന് അപ്പുറത്താണ് പുള്ളി നിൽക്കുക. പുള്ളി ജസ്റ്റ് നാരോലി എസ്കേപ്പ്. അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള മതിൽ ഇടിച്ച് ഓട്ടയായിട്ടുണ്ട്.
അവിടെ ഒരു അപ്പോഴേക്ക് ഈ ഒരാൾ എസ്കേപ്പ് ചെയ്ത് ആ ഗ്രൂപ്പിലേക്ക് ചെന്നിട്ടും അവർ വന്നിട്ട് ഇങ്ങനെയുള്ള ആളാണെന്നോ ഇങ്ങനെ കേസാണെന്നോ അവർക്ക് മനസ്സിലായില്ല. അത് പിന്നെ എങ്ങനെ വിട്ടുപോയെന്ന് എനിക്കറിയില്ല. അവരറിഞ്ഞിട്ടുണ്ടായി പിടിച്ചത് അതന്നെ, അത് ശരിയാണ്. പക്ഷേ അവരെല്ലാം ഓടി വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ സംഭവിച്ചു എന്നുള്ളത് ഇതിൽ അതിനുശേഷം ഇവിടെ വന്നപ്പോൾ അയ്യോ ഇത് വിട്ടുപോയല്ലോ, ആളെ വിട്ട് കളഞ്ഞല്ലോ എന്നുള്ളത്. പ്രദേശമാകെ ഭീതി പരത്തിയായിരുന്നു കാറിന്റെ മരണപ്പാച്ചിലെന്ന് നാട്ടുകാരും ചൂണ്ടിക്കാട്ടി. അങ്ങനെ ഒരു സംഭവം, ഇങ്ങനത്തെ ഒരു സംഭവം ഈ ബൗണ്ടറിയിലേ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടുള്ളൊരു ഇതാണത്. കാര്യം വേറെ ഇൻഡസ്ട്രിയൽ മറ്റേ ഗോഡൗണിലേക്കൊക്കെ വണ്ടികൾ ഇഷ്ടംമാതിരി പോകുന്നുണ്ട്. അവിടെയൊക്കെ ചിലപ്പോഴൊക്കെ മുതലിടിച്ച് പോകാറുണ്ട്. അതിനൊക്കെ വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഇടിച്ച് പൊളിച്ച് പോയേക്കുന്നതാണ്. മൂക്കന്നൂർ കാറുമറ്റത്തു വച്ച് കാറിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച അയ്യമ്പുഴ പോലീസ് ജീപ്പിൽ കാർ ഇടിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് മുന്നോട്ടെടുത്ത കാർ മതിലിലിടിച്ച് ഓഫായി. ഇന്നലെ ഒരു 8-8:15 ആയിട്ടുണ്ടാവും രാത്രി സമയം. നമ്മൾ വാതിലടച്ച് ഒക്കെ ഇരിക്കുന്ന കാരണം ഇപ്പോൾ റോഡിൽ പോയി കഴിഞ്ഞാൽ ഈ സൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ എൻ്റെ മതിലിടിച്ചുകൊണ്ട് പോവുമോ എന്നുള്ള പേടിയിലാണ് എപ്പോഴും ഈ സൗണ്ട് വരുമ്പോൾ ഞാൻ എത്തി നോക്കാറുണ്ട്. കുറച്ചു നേരം തടാമടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് ഭയങ്കര മെറ്റാലിക് സൗണ്ട് മാതിരിയായിരുന്നു. അത് കേട്ട് അവിടെ നിന്ന് നോക്കി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സാധനം വണ്ടി വന്നിട്ട് വേറെ എന്തിനോ പൊക്കി ഇടുന്നതായി. ഞാനൊരു സ്കൂട്ടറിനെ പൊക്കി ഇടുന്നതെന്നാണ് ജനലിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നിയത്. ഇതെന്താ അപ്പോഴേക്കും വാതിൽ തുറന്നു വന്നപ്പോഴേക്കും വണ്ടി ഇവിടെ നിൽക്കുക, കാറ്, ഇത് ഇടിച്ച കാറ്. അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലൊന്നും ഒന്നും നോക്കിയാൽ ഒന്നും കാണാനില്ല. അപ്പോഴേക്കും ഇവിടെ അവിടെ നിന്ന് ആളുണ്ട്, പോലീസുണ്ട്, ആ സൈഡിൽ പോലീസുണ്ട്, ഈ സൈഡിൽ പോലീസുണ്ട്. ആൾക്കാർ ഓടി വരണു, കിടന്ന് ഒച്ചയെടുക്കുന്നുണ്ട്. ഉടനെ ഈ വണ്ടി അങ്ങ് സ്പീഡിൽ അങ്ങ് എടുത്തുകൊണ്ട് പോയി. പിന്നെ പോലീസുകാരുണ്ടായിരുന്നു, അവരൊന്നും പറയണില്ല, ഒന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് ആൾക്കാർ തട്ടി കണ്ടതാണ്. അവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു, അവനൊക്കെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. അതിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതിന് തിരിച്ച് കാർ വന്നു. അപ്പോൾ പോലീസുകാർ എവിടെയായിരുന്നു എനിക്കറിയില്ല. അവൻ അപ്പുറത്ത് മുമ്പോട്ട് കടന്ന് അവരെ ഒന്ന് തടയാൻ വേണ്ടിയിട്ട് പോയതാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലല്ല, അത് കഴിഞ്ഞ ശേഷം അവൻ വീണ്ടും പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവൻ വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആന വരണ്ടോടുന്ന രീതിയിൽ ഒന്നും നോക്കണില്ല, അങ്ങ് വന്നോടത്തിൽ ഇടിച്ച് കയറാണ്. അതിൻ്റെ ലൈറ്റിൻ്റെ പോർഷനൊക്കെ അവിടെ കിടപ്പുണ്ട് ഇടിച്ച്. എനിക്ക് തോന്നണേ നേരെ വന്നിട്ട് അവിടെ നിന്ന് ആ ഓഫ്സെറ്റ് ഉണ്ടല്ലോ, അതിന് ലൈറ്റ് ഉണ്ടാവില്ല വണ്ടിക്ക്. അപ്പം നേരെ ഇടിച്ചോടനെ ഈ മതിൽ വളരെ വീക്കാണല്ലോ, ഇടിച്ച ഉടനെ അതിലെല്ലാം കൂടി അടഞ്ഞു വീണ. അതാണ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ എന്തിനെ പൊക്കിയിടുന്ന മാതിരി ഇത് കണ്ടത്. പൊക്കി അങ്ങ് എടുത്തിടുന്ന മാതിരിയാണ് എനിക്ക് അവിടെ നിന്ന് നോക്കിയപ്പോൾ കണ്ടത്. ബിക്കോസ് ഇറ്റ്സ് ഓൺലി ക്ലിയർ ആയിട്ടുണ്ടായില്ല. അപ്പോൾ പിന്നെ എന്തെന്നാ അത് പിന്നെ അങ്ങോട്ട് പോയി. അതോടെ ആ സംഗതി ഇൻസിഡൻറ്റ് തീർന്നു. അതൊന്നും അറിയില്ല. അത് വണ്ടി ഇവിടെ നിൽക്കുന്നു, ഇത് എഴുതാതെ നിൽക്കുന്നു, നമ്മൾ ആ വണ്ടിയെ കാണുന്നുള്ളൂ. പക്ഷേ ഇവിടുന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കുടുംബ യൂണിറ്റ്, ഈ SNDPയുടെ കുടുംബ യൂണിറ്റ് നടക്കണ്ടായിരുന്നു അപ്പുറത്തെ ഒരു വീട്ടിൽ. അവിടേക്ക് ഇതിൽപ്പെട്ട ഒരാളെ ഓടി അവിടെ ചെന്ന് വീഴോ മറ്റോ ചെയ്തു. ഇപ്പോൾ അബദ്ധം പറ്റി ചേട്ടാന്നാറ്റോ പറഞ്ഞ് അവർ പിടിച്ച് പൊക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അവർക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയില്ല. അപ്പോൾ ആൾ പിന്നെ രക്ഷപ്പെട്ടു. ഞാൻ പിന്നെ ആരുടെ അടുത്തും ചോദിച്ചില്ല. ആ പുള്ളിയാണ് ഇവിടുത്തെ മാധവൻ നായർ എന്ന് പറഞ്ഞ ആളാണ് ഇവിടുത്തെ. പുള്ളി ഇവിടെ ആ നടക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. പുള്ളി ഈ വീട് ആ വീട് അവരുടെ ഇതാണ്. ബിക്കോസ് ഇവിടെ ഹീസ് എ വിഡോയർ, ഹീസ് എ വിഡോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഇതാവുന്ന ഇതാണ്. ഇല്ല. അപ്പോൾ അവിടെ നിന്ന് ഓടി രണ്ടാമത് ഇൻസിഡൻറ്റ് അവിടുത്തെ ആൾക്കാരെല്ലാം ഇവ എവിടെയും വിളിച്ചിട്ടുണ്ടാകുന്ന ഓർത്ത് അവർ സാധാരണ ഇതിൽ ഇവിടുത്തെ പറമ്പലും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോഴേക്കും ഇവിടെ ഈ SNDPയുടെ തോരണം കെട്ടുന്ന ലൈറ്റ് തോരണം കെട്ടുന്ന ധാരാളം ഗ്രൂപ്പ് ഉണ്ടായിരുന്നു റോട്ടിൽ. അവർ വന്നു, ഈ കുടുംബ യൂണിറ്റിൻ്റെ ആൾക്കാർ വന്നു, ഈ ലോകത്തിലുള്ള സകല ഒരു 10-50 പേർ കൂടി ഇവിടെ. അവർ വിട്ടുപോയിട്ട് ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് പോലീസ് പോയിട്ട് ഒരു കണ്ടെയ്നർ ലോറി മറ്റേ റോഡിന് കുറുക്കാൻ നിർത്തിയിട്ട് ഈ വണ്ടി ഏതാണ്, ഈ വണ്ടിയുടെ ടയറും കാര്യങ്ങളെല്ലാം പൊട്ടിപ്പോയി എന്നാണ് പലരും പറയണത്. അത് കറാൻ റോഡിൽ ഓടുമ്പോൾ സൈലൻസറെല്ലാം തൂങ്ങി കിടക്കാറെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഇനി വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പിന്നെ അവരൊന്ന് തടയാൻ വേണ്ടിയിട്ട് പോലീസ് എന്തോ ശ്രമിച്ചു. അപ്പോൾ പിന്നെ 2 സൈഡും പാടാണ്, അങ്ങോട്ട് ഓടിയിട്ടുണ്ടാവും. ഓടിയെന്ന് ആൾക്കാർ പറഞ്ഞാലല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല. അല്ല, അവിടെ ഇവിടെ ഏല ഓഫീസുണ്ട്, കൃഷിഭവനും ഇവിടുത്തെ ഏല ഓഫീസുണ്ട്. ട്രാൻസ്ഫോമറിന് അവിടെ ട്രാൻസ്ഫോമർ ഇരിപ്പുണ്ട്. ഡബിൾ പോസ്റ്റ് എന്നാണ് പറയണത്. വില്ലേജ് ഓഫീസ് എല്ലാം ഇരിക്കുന്നതിൻ്റെ അടുത്ത്. അതാണ്. അപ്പോൾ അവിടെ വെച്ച് പിടിച്ചു. പിന്നെ ഒരാളെ കിട്ടിയെന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡും പാടാണ്. പറഞ്ഞു കേൾക്കണ കാര്യം. ഞാൻ വേറെ എങ്ങും പോയില്ല. നമ്മളിപ്പോൾ ഇത് ഇട്ടുകൊണ്ട് പുറകെ ഓടാൻ നമുക്ക് പറ്റില്ല. കാറിൽ നിന്നിറങ്ങി തള്ളി സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ച റിൻഷാദ് എന്നയാളെ അവിടെ വെച്ച് പോലീസ് പിടികൂടി. മറ്റുള്ളവർ കാർ സ്റ്റാർട്ടാക്കി പെരുമ്പാവൂർ ഭാഗത്തേക്ക് പറക്കുകയായിരുന്നു. ഒക്കലിൽ വെളിച്ചമില്ലാത്ത ഭാഗത്ത് കാർ നിർത്തി 2 പേരും ഇറങ്ങി ഓടിയെങ്കിലും അജ്മൽ എന്നയാൾ പോലീസ് പിടിയിലായി. മറ്റേയാൾ രക്ഷപ്പെട്ടു. 3 മണിക്കൂറോളം നീണ്ട ഓപ്പറേഷനൊടുവിൽ കാർ പോലീസ് കസ്റ്റഡിയിലായി.
തൊടുപുഴ സ്വദേശികളാണ് പിടിയിലായ അജ്മലും റിൻഷാദും. മൂന്നാമനായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. മയക്കുമരുന്ന് കടത്തുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. MV Jacko Jewelers, Angamali.